ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സെൽഫ് സ്റ്റഡി PSC. ഞാൻ രാധിക മണിയൻ. ഇന്ന് നമുക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ 2024 മെയ് പാർട്ട് 1 ആണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലിൽ LDCക്ക് വേണ്ടിയിട്ട് ഷോർട്സുകളായിട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മെയ് 1 ലോക തൊഴിലാളി ദിനം. മെയ് 1 ലോക തൊഴിലാളി ദിനം. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു വി സാംസൺ. ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലെത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് സഞ്ജു വി സാംസൺ. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖം കാങ്കസന്തുറൈ തുറമുഖം. സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്ക്. മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനം. മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനം. 2024 പ്രമേയം ഗ്രഹത്തിന് ഒരു മാധ്യമം, പരിസ്ഥിതി പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന പത്രപ്രവർത്തനം. 2024 ലോക പത്രസ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ചിലിയാണ്. 2024 ലോക പത്രമാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 159. 2023 161 ആയിരുന്നു. 2024 മെയ്യിൽ അന്തരിച്ച മാങ്ങാട് കെ നടേശൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കർണാടക സംഗീതം. ഇന്ത്യയിലെ യുണിസെഫ് അംബാസഡറായി നിയമിതയായത് കരീന കപൂർ. 2024 മെയ്യിൽ കനത്ത മഴ മൂലം നിരവധി മരണവും നാശനഷ്ടവും സംഭവിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ. 2024 മെയ്യിൽ ഗൂഗിൾ ഡൂഡിൽ ആദരിച്ച ഇന്ത്യയുടെ ആദ്യകാല വനിതാ ഗുസ്തി താരം ഹമീദ ബാനു. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനം മാരിജ്. 2023-24 ISL ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ FC. ഫൈനലിൽ മോഹൻ ബഗാനെ കീഴടക്കിയാണ് കിരീടം നേടിയത്. 2025 ജനുവരി 1 മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറുന്നത് കേരളം. ഡിമെൻഷ്യ ബാധിതരെ സംരക്ഷിക്കാൻ സർക്കാർ സഹായത്തിൽ സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിൽ പകൽ വീടുകൾ ഒരുക്കുന്ന പദ്ധതി ഓർമ്മത്തോണി. കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ചത് കാന്തല്ലൂർ, ഇടുക്കി. അടുത്തിടെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുത്ത മലയാളി റെസ്ലിംഗ് കോച്ച് സ്മിത AS. 14ാമത് ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മികച്ച സംവിധായകനുള്ള ജൂറി പുരസ്കാരം ലഭിച്ചത് രാകേഷ് നാരായൺ. ചിത്രം തണുപ്പ്. മിന്നുമണിക്കും സജനയ്ക്കും ശേഷം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമാകുന്ന 3ാമത് മലയാളി താരം ആശ ശോഭന. തിരുവനന്തപുരം ജില്ലക്കാരിയാണ്. 2024 മെയ് മാസം അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ഹരികുമാർ. ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിന്. ONV കൾച്ചറൽ അക്കാദമി 2024 സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായ്. ഒഡിയ എഴുത്തുകാരിയാണ്. മെയ് 10 ലോക ദേശാടന പക്ഷി ദിനം. മെയ് 10 ലോക ദേശാടന പക്ഷി ദിനം. UNOയുടെ കീഴിൽ ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് മെയ് 25. $10,000 കോടി പ്രവാസി പണം നേടുന്ന ആദ്യ രാജ്യമായി മാറിയത് ഇന്ത്യ. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം
കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. 2024 മെയ്യിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട്. നിലവിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക്. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിന്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിനാണ് പുരസ്കാരം ലഭിച്ചത്. 75,000 രൂപയും പത്മരാഗ കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുതിയ ക്ലാസ്സുമായി എത്തുന്നവരേക്കും താങ്ക് യു ഫ്രണ്ട്സ്. ടേക്ക് കെയർ.